കാട്ടാനെ നമ്മളിപ്പം കണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കാട്ടുപോത്തുകൾ വളഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതിനിപ്പോൾ നമ്മൾ വഴി മാറിപ്പോകും. നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ അനൂപ് വിജയമോഹൻ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന എടപ്പാളയം വാസ്റ്റവറിലാണ്. അവിടത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട്, പെരിയാർ ടൈഗർ റിസോർട്ടിൻ്റെ ഓഫീസിൽ നിന്ന്. അതിനകത്ത് കയറിയതിന് ശേഷം ഒരല്പം അങ്ങോട്ട് മുന്നോട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് മുല്ലപ്പെരിയാറിൽ കിടക്കുന്ന ബോട്ട് കാണാം. അതിനകത്ത് നിന്നിട്ട് നമ്മളെ യാത്ര തുടങ്ങുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ തീരത്തിലൂടെ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആദ്യത്തെ വ്യൂ കിട്ടിയത്. അതായത് വേട്ടപ്പട്ടികൾ പിടിച്ചിട്ടുള്ള ഒരു മ്ലാവിനെയാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പറ്റിയത്. അതിനുശേഷമായിരുന്നു നമുക്ക് അടുത്ത വ്യൂ കാട്ടുപോത്തിനെ കിട്ടുന്നത്. ദൂരെ 2 കാട്ടുപോത്തുകളും ഒരു കുട്ടിയും കൂടെ മേയുന്ന ഒരു രംഗമായിരുന്നു നമുക്ക് ബോട്ടിങ്ങിനിടയിൽ തന്നെ കിട്ടിയത്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ നേരെ വന്ന് ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് ലേക്ക് പാലസിലായിരുന്നു. അതായത് ലേക്ക് പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അതിൻ്റെ ഈ പാലസൊക്കെ നിർമ്മിച്ചിട്ട് ഇവിടെ താമസിച്ചിട്ട് വേട്ടയാടുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ എടപ്പാളയം വാസ്റ്റവറിലോട്ട് പോകുന്ന വഴിക്കാണ് ശരിക്കും പണ്ട് രാജാക്കന്മാർ അരിയാട്ട ഉപയോഗിച്ചിരുന്ന ഞാൻ തോന്നുന്നു ഒരു ഉരുളൊക്കെ നമുക്ക് പുറത്ത് കാണാൻ വേണ്ടി പറ്റി. അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പം നടന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ട്രക്കിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടപ്പാളയം വാസ്റ്റവറിൻ്റെ ഇടത്തോട്ട് എത്തിയിരിക്കുന്നത്. ആ വിദൂരതയിൽ ഇങ്ങനെ എടപ്പാളയം വാസ്റ്റവർ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു 5 സൂം ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും ഇവിടെ നമുക്കൊരു കാട്ടുപോത്തിൻ്റെ തലയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ എവിടെയോ കിടന്ന് ചത്തുപോയിട്ടുള്ളൊരു കാട്ടുപോത്താന്ന് തോന്നുന്നു. എന്നാലും ഒരു കാട്ടുപോത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇത് ഇപ്പം കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ലൊരു തലയും കൊമ്പും കണ്ടോ. ആനയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കണ്ടില്ല, നല്ല ഒരു കുഴിയുണ്ട്, കാരണം പെട്ടെന്ന് മൃഗങ്ങളൊന്നും അങ്ങനെ കയറില്ല. അവിടെ നമുക്ക് കുറച്ച് ദൂരത്തായിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നതായിട്ട് കാണാം. ഇവിടെ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഷ്ടപ്പെട്ട് ഞങ്ങൾ വാച്ച് ടവറിൽ കയറി വന്നപ്പോൾ ഞങ്ങളെ മുറിക്കകത്ത് ഒരു കുരങ്ങ ഇരിക്കുന്നത്. കുരങ്ങൻ ആണ്ട് ഇവിടെ പുറത്ത്. ഡേ കുരങ്ങൻ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വാച്ച് ടവറിൽ വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലായിട്ട് ചെറിയ കുത്തുകളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഒന്നും കിട്ടത്തില്ല സുഹൃത്തുക്കളെ, ഒന്നും കിട്ടത്തില്ല. എന്നാലും ഒരു ഇച്ചിരി ഇപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5x ഇടുമ്പോഴത്തേക്ക് എന്തോ ജീവികളാണെന്ന് മനസ്സിലായി. അത് കാട്ടുപോത്തുകളാണ്. ഓടി വരുന്നുണ്ടോ? ഓക്കെ, അന്നേരം മ്ലാവുകൾ ഓടി വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മ്ലാവിൻ്റെ ഡെഡ് ബോഡി കണ്ടപ്പോഴത്തേക്ക് കളി എന്താണ് ഫീൽ ചെയ്തത്? അന്നേരം എനിക്കറിയായിരുന്നു ഇവിടെ ഈ ഇനങ്ങൾ കൂടുതലും കൂട്ടം കൂടി ഇവിടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അന്നേരം ആളിനെ സംഭവങ്ങളൊക്കെ പിടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റങ്ങൾ. ഇനിയിപ്പം സന്ധ്യയായി വരുമ്പോ ഇനി ആനയെ കാണാം എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. ആനയെ കാണാം, പുലിയെ കാണാം. പണ്ട് ആനയെ ഒറ്റയടിക്ക് അടിച്ചു വന്നിട്ടുണ്ടല്ലേ, കുഴിയാനെ. നമുക്കിപ്പോൾ ഒരു കാട്ടുപോത്തിന്റെ ഒരു അസ്ഥി കിട്ടിയതിനകത്താണ്. ഇതാണ് ഇത്രയും പല്ലുള്ള 4 പല്ലുണ്ട്. ബാക്കി പല്ലൊക്കെ പൊഴിഞ്ഞു പോയി. ഒന്ന് തിരിച്ചു കാണിയേ. ഇതാണ് ഈ കാട്ടുപോത്തിന്റെ തലയോട്ടി എന്ന് പറയുന്ന സംഭവം. ശരിക്കും ഇതിൻ്റെയൊക്കെ സൈസ് ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് ഫീമെയിലാണെന്ന് തോന്നുന്നു. മെയിലാകുമ്പോഴത്തേക്കിനൊക്കെ വലിയ തലയോട്ടി വരുന്നില്ലല്ലേ? ആണോ? അതെന്തോ അളി എന്തെങ്കിലും കണ്ടോ? അതിന്റെ മെയിലെന്ന് പറഞ്ഞാൽ യാണപ്പല്ല് അടുപ്പിച്ച് 3 വരുന്നത് മെയിൽ. എന്ന് പറഞ്ഞത് ഈ അണപ്പല്ലെന്ന് പറഞ്ഞത് ഇത് 2 സെൻട്രലായിട്ടാണ് വരുന്നത്. അതാണ്. ഓക്കെ, അളിയൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് സബ്സ്ക്രൈബർമാരെ, ഇതൊക്കെ തള്ളാണ്. സുഹൃത്തുക്കളെ, നമുക്ക് മുള്ളം പന്നിയെ കിട്ടിയിരിക്കുകയാണ്. രണ്ടവരുണ്ട് കേട്ടോ. നമ്മൾ ഈ ആഴ്ച ഒരാളെ ഉള്ളത്, 2 പേരുടെ വന്നിരുന്നു. ആ 3 പേരുണ്ട്. ഞാൻ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് 3 മുള്ളംപന്നി ഒരുമിച്ച് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ട്രക്കിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള യാത്രയിൽ നമ്മൾ വർത്തമാനങ്ങളൊന്നും പറയത്തില്ല. നമുക്ക് മാക്സിമം മൃഗങ്ങളെ അവരെ ശല്യം പേർത്താതെ അവരുടെ വിഷ്വൽസ് പകർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ നടക്കുന്നത്. അട്ട കടിക്കാതിരിക്കാനും വേണ്ടിയുള്ള സോക്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാലിലിട്ടിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ ട്രെക്കിങ്ങിന് പോയപ്പോഴായിരുന്നു ശരിക്കും ഒരു കൂട്ടം കാട്ടുപന്നികളെ ഇങ്ങനെ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടുപന്നികളുടെ ഇത്രയും വലിയൊരു കൂട്ടത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അതുമാതിരി വലിയൊരു കാട്ടുപന്നിയുടെ കൂട്ടത്തിനാണ് നമ്മൾ കണ്ടത്. ഇത്രയും പന്നികളാണുള്ളത്, കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെ കണ്ടത് അത് ഓടി മാറുകയാണ്. അത് ശരിക്കും ഒരു നല്ലൊരു കാഴ്ചയായി പോയി.
നമ്മളെ തൊട്ടടുത്തായിട്ട് കാട്ടുപോത്തുകളെ കിട്ടിയിരിക്കുകയാണ്. ഒന്നല്ല, ഒരു കൂട്ടം തന്നെ ഉണ്ട്. ചേട്ടാ, ശരിക്കും ഇതിൻ്റെ പേര് കാട്ടുപോത്തെന്നാണോ? കാട്ടി. അതായത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാട്ടിയും കാട്ടുപോത്തും എന്ന് പറഞ്ഞാൽ? ആണല്ലേ, ഇത് ശരിക്കും ഇതിൻ്റെ പശുവിൻ്റെ ഫാമിലി അല്ലേ? ഓക്കെ ഓക്കെ, കാട്ടു പശുവാണെന്നല്ലേ ഇത്. ഇനി ഒരാളോട് അപ്പുറത്ത് നിൽപ്പുണ്ട്, അയാളും കയറി പോകുന്നു. ഞങ്ങൾ ശരിക്കും ട്രക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് തിരിച്ചു പോകാൻ നേരത്തായിരുന്നു ശരിക്കും കാട്ടുപോത്ത് നമ്മളുടെ മുന്നിൽ വന്ന് പെട്ടത്. വളരെ ശരിക്കും അഡ്വഞ്ചറായിട്ടുള്ളൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. നേരെ ഫ്രണ്ടിൽ കാട്ടുപോത്ത് അതിങ്ങനെ മറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള വഴി അതിലേക്കാണ്, അത് പോയെങ്കിൽ മാത്രമേ തിരിച്ച് വരാനും വേണ്ടി പറ്റത്തുള്ളൂ. എന്നിട്ട് അങ്ങനെ മുഖത്തോട് മുഖം കാട്ടുപോത്തിനെ നോക്കി പേടിച്ച് നിന്നിട്ടുള്ളൊരു നിമിഷമായിരുന്നു അത്. ശരിക്കും നമ്മളുടെ ഗൈഡ് അജയ് ചേട്ടനായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് ധൈര്യം തന്നത്. പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ ചെറിയ കത്താടെടുത്ത് വെച്ചിട്ട് പാറയിലൊക്കെ അടിച്ച് ശബ്ദം ഉണ്ടാക്കി ഇടയ്ക്കൊരു ചുമയൊക്കെ ചുമച്ചിട്ട് എന്നിട്ട് എന്തായാലും കാട്ടുപോത്ത് കുറച്ച് ഉള്ളിലോട്ടങ്ങ് കയറി. ഒരു ചുള്ളിയൊടിയുന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് അവിടെ കാട്ടുപോത്ത് ഉണ്ടെന്ന് അറിഞ്ഞത്. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നതെങ്കിൽ ശ്രദ്ധിക്കാതെ അതിൻ്റെ മുന്നിൽ തന്നെ വന്ന് ചാടിയേനെ. ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകളോടൊപ്പം ട്രക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത ഇത് തന്നെയാണ്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം കാട്ടുപോത്ത് ഉള്ളിലോട്ട് പോകുന്നത് നമുക്ക് കാണാനും വേണ്ടി പറ്റി. കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ എൻ്റെ കാൽപ്പാടുകൾ കാണാനും വേണ്ടി പറ്റി. ആ ഒരു തക്കം നോക്കിയിട്ട് ഞങ്ങളുടെ പെട്ടെന്ന് തന്നെ ആ ഒരു വഴി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പുറത്തെത്തി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പേടിപ്പിക്കപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഒരേ ഫ്രെയിമിൽ പന്നി കുരങ്ങൻ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുരങ്ങ് ഉച്ചയൂണ് കഴിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ കടുവ പിടിച്ചിരിക്കുന്ന ഒരു കാട്ടുപോത്തിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുവിൻ്റെ ബോഡിയാണിത്. അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നും. ഇതിപ്പം പിടിച്ചിട്ട് തോന്നെ നാളായി കാണുമോ ഇത് കണ്ടിട്ട്? 3-4 ദിവസമായിട്ടുണ്ട്. ബോഡിയൊക്കെ ചെറുതായിട്ട് അഴുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ നമ്മൾ കണ്ട കാട്ടുപോത്തിനെയൊക്കെയാണ് കടുവ നിസ്സാരമായിട്ടുണ്ട് അടിച്ചു കൊന്ന് ഫുഡ് മേടിച്ചിട്ട് പോയേക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് കടുവയുടെ കാൽപ്പാട് ക്ലോസിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കടുവയുടെ കാൽപ്പാട്. വരുന്ന വഴിക്ക് കാട്ടുപോത്തിൻ്റെ തല അസ്ഥികൂടം കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് ടൈഗർ കാട്ടുപോത്തിനെ പിടിച്ചിട്ടുണ്ടായിരിക്കണം. ശരിക്കും നമുക്ക് പോകേണ്ടുന്ന വഴി ഇതാണ്. അവിടെ കാട്ടുപോത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം നമുക്ക് ഇനിയിപ്പോൾ അതുവഴി പോകാനും വേണ്ടി പറ്റില്ല. ആനയെ തേടിയുള്ള നമ്മൾ യാത്ര ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എല്ലാം കാട്ടുപോത്തുകൾ വളഞ്ഞിരിക്കുകയാണ് നമ്മൾ. അന്നേരം ഇനിയിപ്പോൾ നമ്മൾ വഴി മാറി പോവുകയാണ്. ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്ന നിമിഷത്തില്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. തൊട്ടിക്കരയിൽ കാട്ടാന, ഇപ്പുറത്ത് ഞാനും. ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ളൊരു നിമിഷം. ആന വളയിടുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സൗണ്ട്! വളി കേട്ട് നമ്മൾ തന്നെ ഞെട്ടി ആനയുടെ. സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 10-50 വയസ്സോളം ഉള്ളൊരു കാട്ടാനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിടിയാനയാണ്. അന്നേരം ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ പുല്ലുകളൊക്കെ തിന്നുകയാണ്. മാത്രമല്ല ഇതിൻ്റെ ചെളി വാരി ദേഹത്തോട്ട് ഇങ്ങനെ പൂശുന്നുണ്ട്. കാരണം ഈ ആനകൾക്ക് വിയർപ്പ് ഗ്രന്ഥികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്ന് ഇതാക്കാൻ വേണ്ടി നനഞ്ഞ ചെളി വാരി ദേഹത്ത് പൂശുകയാണ് ചെയ്യുന്നത്. ഇത്ര അടുത്താണ് നമുക്ക് കാട്ടാനയെ കിട്ടിയിരിക്കുന്നത്. അന്നേരം നമ്മളുടെ പെരിയാർ ടൈഗർ റിസർവിലെ ഇടപ്പാളയം വാച്ച് ടവറിലെ ഒരു ദിവസത്തെ സ്റ്റേ ഏകദേശം കഴിയാൻ പോകുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.